നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെ മറ്റു വഴികളില്ലാതെ തങ്ങളുടെ നടപടികളും പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. വ്യോമമേഖല അടയ്ക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. വ്യോമമേഖല അടയ്ക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമാണ്. കൂടാതെ വാഗാ അതിർത്തി അടയ്ക്കാനും ഷിംല കരാർ മരവിപ്പിക്കാനും പാകിസ്ഥാൻ തീരുമാനിച്ചു. ഇന്ത്യ പാക് ബന്ധങ്ങളിൽ നിർണായക വഴിത്തിരിവായിരുന്ന ഷിംല കരാറാണ് മരവിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ അടിസ്ഥാനമായ ഈ കരാർ 1972 നിലവിൽ വന്നത്. കരാറിലെ പ്രധാന ധാരണകൾ ഇവയായിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തർക്കങ്ങൾ ഉഭയകക്ഷി ശ്രമങ്ങളിലൂടെ പരിഹരിക്കും. 1971 ഡിസംബർ 17 വെടിനിർത്തൽ രേഖയെ നിയന്ത്രണ രേഖയായി കണക്കാക്കും. ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ അംഗീകരിക്കും. യുദ്ധാനന്തരമുള്ള സമാധാന കരാറിനപ്പുറം പ്രാധാന്യവും ഷിംല കരാറിനുണ്ട്. കശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ തള്ളിക്കളയാൻ ഇന്ത്യക്ക് ആധാരം ഷിംല കരാറാണ്. ഇതാണ് മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പാകിസ്ഥാൻ നാവികസേന അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്താൻ പദ്ധതിയിടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. മിസൈൽ പരീക്ഷണങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നേക്കുമെന്നും സൂചനയുണ്ട്. പാക് തീരത്തോട് ചേർന്നായിരിക്കും ഈ അഭ്യാസം. ഇതിന്റെ ഭാഗമായി മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. കശ്മീരിലെ തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇതിനോടകം തന്നെ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ പാകിസ്ഥാൻ എടുക്കുന്ന ഈ നടപടികൾ മേഖലയിലെ സംഘർഷാവസ്ഥ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്.